നാണമില്ലല്ലോടാ നിനക്കൊക്കെ. ഒരു പെണ്ണിന് വേണ്ടി കിടന്ന് അടിപിടി കൂടുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കൂലായിരുന്നു. എടാ, ഒരാണിന് 7 പെണ്ണ് വെച്ച് ഈ ലോകത്തുണ്ടെന്നാ പറയുന്നത്. ഏതെങ്കിലും നല്ല ഒരെണ്ണത്തിന് നോക്കി എനിക്ക് എടുത്താ പോലും. അടുത്ത പരിപാടിക്ക് ഞാനുണ്ടാവില്ല. ട്രൂപ്പിലൊക്കെ വേറെ ആളിനെ അന്വേഷിച്ചോ. ഞാൻ അച്ഛനോട് പറയാൻ പോവാ. പോകുമെന്ന് പറഞ്ഞ് നീ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. നീ ഇല്ലെങ്കിൽ വേറൊരുത്തൻ. ഇവിടെ ട്രൂപ്പിച്ചാരൻ ആളുകൾ പുറകെ നടക്കുന്നു. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ വിചാരിച്ചാലും ഒരാഴ്ചക്കുള്ളിൽ വേറെ ട്രൂപ്പ് ഉണ്ടാക്കടാ. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ സംസാരിക്കുന്നത്? ഇതെങ്ങാനും അച്ഛന്റെ ചെവിയിലെത്തി ആകെ നാട്ട കേസാവും. എന്റെ പൊന്നളിയന്മാരെ, കഴിഞ്ഞതൊക്കെ നിങ്ങളൊന്നും മറക്കും. നിർത്തരുത്. ഒരുത്തനും കൂടുതൽ സംസാരിക്കണ്ട. ഇവർ രണ്ടുപേരെയും ഒരു കുടക്കീഴിലാക്കിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് കൊട എവിടെ? ഒറ്റ ചവിട്ട് വെച്ചെന്നുണ്ടല്ലോ. എടാ സാബു, നിനക്ക് ഇവനോട് വഴക്കുണ്ടോ? എനിക്ക് വഴക്കൊന്നുമില്ല. നിനക്കുണ്ടോടാ? നിനക്ക് വിഷമം ഉണ്ടാവുന്ന എനിക്കറിയാം. അതൊക്കെ അങ്ങ് മറന്നുകളാ. നീ എഴുന്നേക്ക്. എഴുന്നേക്കടാ. എഴുന്നേക്കാൻ ഞാനാ പറയുന്നത്. എഴുന്നേക്ക്. നീ വാ, സാബു ഇങ്ങ് വാ. വാ, വരാൻ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്ക. ഞാനാ പറയുന്നത് കൊടുക്കാൻ. നിമി, ഇങ്ങനെയല്ല, നല്ല ചിരിച്ചോണ്ട് കൈ കൊടുക്ക. പല്ല് വിളി കാട്ടുന്നത് പിണക്കം തീർന്നുള്ള ചിരിയാണ്. നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. എങ്ങനെയുണ്ടാ? അഞ്ച് മിനിറ്റിനകത്ത് പോകണം. എല്ലാരും വേഗം വേണം. ഇറങ്ങി പാടും. കേട്ടെ, പുലി ഇറങ്ങാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. രമണി, ഒരു പെണ്ണിന്റെ കരച്ചിലല്ലേ കേൾക്കുന്നത്? ശരിയാ, ഒരു വണ്ടി മറിഞ്ഞു കിടക്കുന്നു. അവിടെ കരച്ചിൽ കേൾക്കുന്നത്. വാ, നമുക്ക് പോയി നോക്കാം. അയ്യോ, ഒരു അനക്കമില്ല. നമുക്കൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചാലോ? ഓരോ ദിവസം ഒരു പുലിവാലം ഉണ്ടാക്കരുത് കേട്ടോ. അന്ന് റോഡിൽ കിടന്ന പ്രവാചകനെ തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ അനുമതി നീ മറന്നിട്ടില്ലല്ലോ. 2 ദിവസമാവും ലോക്കപ്പിൽ കിടന്നത്. മതി സഹായിച്ചത്. കാലത്ത് എന്നില്ലെങ്കിലേ പുറംകളി കളിക്കാൻ പോയെന്നും പറഞ്ഞ അച്ഛൻ ബഹളം കൂട്ടും. വാ, മതി, വാ വാ വാ. ഞാൻ എന്റെ പാടോ വരാൻ. അയാൾ കിടന്ന് വിളിച്ചു കൂന്നുണ്ടല്ലേ. എന്നാലും മനുഷ്യത്വം ഇല്ലാത്ത പരിപാടിയാണ് നമ്മൾ കാണിക്കുന്നത്. മോട്ടോർ സൈക്കിളുകാരൻ നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നു. ശരിയാ, നമുക്ക് വേഗം സ്ഥലം കേൾക്കാം. നീ എന്താ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? എനിക്ക് ചോരാണ്ട തലായിരുന്നു. എന്നാ വണ്ടി വിടും. പോവാ. ഇതെന്താ? എടാ, എല്ലാത്തിനും കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം. നീ കിടന്നോ? നേരം വെളുത്ത് ബസ് ഓടാൻ തുടങ്ങിയാ ഞങ്ങൾ അങ്ങ് പോയേക്കും. നമുക്കൊരു ചായ പിടിച്ചിട്ട് അന്തരൂന്റെ കട തുറന്നു. എന്താടാ ഇത്? ഇത് എവിടെന്നാണെന്ന്? ഇതങ്ങനെ കിട്ടി. മനസ്സിലായി. പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ആ സമിതി സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചില്ലേ? അവിടെ നിന്ന് അടിച്ചെടുത്തത്. ഇത് അവിടെ നിന്നും കിട്ടിയല്ല. പിന്നെ എവിടെ ആക്സിഡന്റ് നടന്ന സ്ഥലമില്ലേ, ആ പെണ്ണിന്റെ അടുത്ത് കിടന്ന് കിട്ടിയതാണ്. ഇവന്റെ സ്വഭാവം കൊണ്ട് ഒരു ദിവസം നമ്മൾ എല്ലാ അകത്ത് കയറിയില്ല. അത് ശരിയാ. നിന്റെ കരിയാക്കൊണ്ടൊന്നും മിണ്ടായിരിക്കാവോ? എടുക്കാൻ കട്ടെടുത്ത സാധനം ഇവിടെ വെക്കരുത്. ഇത് കട്ടെടുത്തല്ല, കിട്ടിയതല്ലേ. ഞാൻ അങ്ങനെ ആയിപ്പോയി. കാണാൻ ഭംഗിയുള്ള എന്ത് കണ്ടാലും എനിക്ക് എടുക്കാൻ തോന്നും. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാ. എവിടെന്നെങ്കിലും 2 എണ്ണം കിട്ടുമ്പോ നിന്റെ ഈ ടെൻഷൻ മാറിക്കോളും കേട്ടാ. ഇത് കൊള്ളാമല്ലോടെ സാധനം. ഒന്ന് നോക്കട്ടെ. അത് വേണ്ട, കുറ്റം പറയാൻ വേണം, സാധനം കാണാൻ വേണം. അത് വേണ്ട, ശരിയാവൂല, തരൂല. പറഞ്ഞില്ലേ?
ഇതെന്താടാ തിളങ്ങണത്? എടാ, ഇത് ഡയമണ്ട്സ് ആണെന്ന് തോന്നുന്നു. ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഒറിജിനൽ രത്നം തന്നെ. ദേവിന്റെ അത്ര എഴുത്ത് ഒന്ന് വായിക്കട വേഗം. എന്താണ് ഈ എഴുതിയിരിക്കുന്നത്? ഇതെന്താണിത്? അറബിയാ? ഉറുദുവാ? ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് ഏതോ സ്മഗ്ലിംഗ് പാർട്ടിയുടെ എഴുത്താണ്. ദാ ഇവിടെ IKT എന്ന് മാത്രം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ IKT? IKT എന്ന് പറഞ്ഞാ ഇടികൊള്ളും തീർച്ച. ഇതെന്തോ കുഴപ്പം പിടിച്ച കേസാണ്. ഞാൻ എപ്പോഴും പറയാറില്ല ഇവൻ കാരണം എല്ലാവരും അകത്ത് പോകുന്നു. ഇപ്പൊ എന്തായി? കിടന്ന് ബഹളം വെക്കാതെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇതെല്ലാം കൂടി ആ പാവയ്ക്കകത്ത് തിരിച്ചിട്ട് അത് അതേപോലെ കിടന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിടാം. അങ്ങോട്ട് കൊണ്ടുപോയല്ലേ. ഇപ്പൊ അവിടെ ചെന്ന നാട്ടുകാരും പോലീസുകാരും ഒക്കെ ഉണ്ടാവും. നമുക്ക് സ്മഗ്ലിംഗ് പാർട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് എല്ലാത്തിനും പിടിച്ച് അകത്തിടും. ഇതെന്തിനാണ് അവിടെ കൊണ്ടുവെക്കണത്? നമുക്ക് വിറ്റ് പങ്കിട്ടെടുക്കാം. വിൽക്കാനോട്ട് കൊണ്ടില്ലേ? ഞാനില്ല. എടാ നമ്മളെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് ദൈവം തന്നായിരിക്കും. ഒരു 10-25 ലക്ഷം രൂപയുടെ ഡയമണ്ട്സ് ഉണ്ട്. അതൊന്നും ശരിയാവൂല. ഇത് നമ്മുടെ കയ്യിൽ വെച്ചോണ്ടിരുന്ന പോലീസിന്റെ ഇടികൊള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ പറയണത്? ഒരു ഐഡിയ. നമുക്കിത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്താലോ? ഓ, അവന്റെ ഒരു ഐഡിയ. കൊണ്ടുപോടാ. അവരുടെ കൈ കിട്ടിയ തെളിയാത്ത വല്ല കേസും ഉണ്ടെങ്കിൽ അതുവരെ അവരിടിച്ച് തെളിക്കും. പിന്നെ പുറത്തു വരുമ്പോ മുഖം അലുമിനി പാത്രത്തിൽ ലോറി എറി വരിക്കും. എന്നാലേ നമുക്കിത് അച്ഛനെ ഏൽപ്പിക്കാം. അള്ളാ. അച്ഛനൊരു തീരുമാനം എടുക്കട്ടെ. ആ ബെസ്റ്റ്. അച്ഛൻ്റെ കൊടുത്താലേ അങ്ങേര് അതുകൊണ്ട് ഏതെങ്കിലും നേർച്ചപ്പെട്ടി ലോട്ടിടും. നേർച്ച വീഴുന്നത് കള്ളപ്പണമാണോ മോഷണ സ്വത്താണോ എന്ന് പള്ളിയിലോ അമ്പലത്തിലോ പോയി ചോദിക്കാനുള്ള നിയമമില്ലല്ലോ. തൽക്കാലം നമുക്കിത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് അറിഞ്ഞിട്ട് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കാം. നമ്മളിത് ഇപ്പൊ എവിടെ കൊണ്ടുപോയി വെക്കും? വേറെ എവിടെയും വെക്കണ്ട, ഇവിടെ തന്നെ ഇരിക്കുന്നല്ലേ നല്ലത്. അതെടാ, ഇവിടെ വെക്കണ്ട. അവസാനം പോലീസ് എന്നെ പോക്കും. ഭദ്രമായിട്ട് വയ്ക്കാൻ നമുക്കൊരു സ്ഥലമുണ്ട്. വേണ്ടടാ. ഇതും ആരുടെങ്കിലും നീ അങ്ങോട്ട് ഇറങ്ങ്. കൊടുക്ക. വേണ്ടടാ, വേണോ? എന്തിനാ? അങ്ങോട്ട് എന്റെ പാവ അല്ലേ? കണ്ട. അങ്ങോട്ട് പോടാ. അധോലോക സുന്ദരി വാഹന അപകടത്തിൽ മരിച്ചു. നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് സംശയിക്കപ്പെടുന്ന ഒരു അജ്ഞാത യുവതി ഒരു വാഹന അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞു. ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞത്? സ്മഗ്ലിംഗ് പാർട്ടിയാണെന്ന് വ്യക്തമായില്ലേ? അതിന് രത്നത്തിന്റെ കാര്യമൊന്നും പത്രത്തിൽ എഴുതിയിട്ടില്ലല്ലോ. പിന്നെ കള്ളക്കടത്തുകാരാണെന്ന് പത്രക്കാർക്ക് എങ്ങനെ മനസ്സിലായി? ഒന്ന് പോടാ അവിടുന്ന്. നമ്മുടെ പോലീസുകാർ ഇവിടെ പന്ത് കളിച്ച് നടക്കുകയാണെങ്കിലും കേസ് പിടിക്കാൻ അവന്മാരെ മിടുക്കന്മാരാ. അവന്മാർക്ക് എന്തെങ്കിലും ഹിന്ദി കിട്ടി കാണും. രത്നത്തിന്റെ കാര്യമൊന്നും അവരും അറിയാത്ത സ്ഥിതിക്ക് ഇനി സാധനം പറ്റി നമുക്ക് കാശാക്കാം. ഇക്ക് കാശാക്ക. ഒന്ന് പോടാണെന്ന്. അന്വേഷണം നടക്കുന്നുണ്ടാവും. എപ്പോഴാണ് പോലീസ് കയറി വരണമെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഇന്നലെ രാത്രി കണ്ട മോട്ടോർ സൈക്കിളുകാരനായിരിക്കുമോ? പോയി നോക്കാം, വാ. ഇതാവൻ തന്നെ നമ്മൾ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ച് കണ്ടവൻ. എന്റെ അമ്മേ, നമ്മൾ ഇന്നലെ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ചൊരു മോട്ടോർ സൈക്കിളുകാരനെ കണ്ടില്ലേ? അയാൾക്ക് ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അയാൾ ഇങ്ങോട്ട് കയറി വരുന്നു. നീ പത്രം എവിടെയെങ്കിലും ഒളിപ്പിച്ചു നോക്ക്. എവിടെ ഒളിപ്പിക്കും? ഇങ്ങോട്ട് കൊണ്ടുവാ, ഞാൻ ഒളിപ്പിച്ചു നോക്കാം. പത്രം ഒളിപ്പിക്കുന്നത് ഇങ്ങനെയാണോ? വാതിലും തുറന്നിട്ടുണ്ടായിരുന്നേ. നിങ്ങൾ കലാദർശനിലെ മിമിക്സ് താരങ്ങളല്ലേ? അല്ല, അതെ. നിങ്ങളുടെ പരിപാടി ഞാൻ കൊല്ലത്ത് വെച്ച് കണ്ടു. വളരെ നന്നായിരുന്നു. ഫാന്റാസ്റ്റിക്. ആ ലാലിന്റെ മമ്മൂട്ടിയുടെ ഇമിറ്റേഷൻ ഉണ്ടല്ലോ, അത് വളരെ നന്നായിരുന്നു. ആ. എന്റെ പേര് ജെയിംസ് ബോണിഫസ്.
SN കോളേജിൽ ലെക്ചറർ ആണോ? അല്ല, ഞാൻ അടുത്ത താമസിക്കുന്നത്. അയ്യേ. ആ വഴി വരുമ്പോ തീർച്ചയായിട്ടും വീട്ടിൽ കയറണം. എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ 7-ാം നമ്പർ റൂമിലാ താമസം. നിങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയതാ. അപ്പൊ വരട്ടെ. അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ. നിസാമേ, എന്ത് പറ്റിയടാ നിനക്ക്? നിസാമേ, അയ്യോ ദേ നിസാം, സാബു, ഒന്ന്. ഇവന്റെ തൊണ്ടയിൽ എന്തോ തടഞ്ഞിട്ടുണ്ട്. വേസ്റ്റ് ബാസ്കറ്റ്. എന്തുവാടാ ഇത്? നീ എന്തായി കാണിച്ചത്? ന്യൂസ് പേപ്പർ ഒളിപ്പിച്ചു വെച്ചതാ. ഒറ്റ ഇടി വെച്ചാന്നോ? പുറത്തൊരു ന്യൂസ് പേപ്പർ ഒളിപ്പിക്കാൻ വായില്ലല്ലോ. കുറച്ച് വെള്ളം കൊടുക്ക്. ഇന്നലെ പാവയ്ക്കുള്ളിൽ ഒരു കത്തുണ്ടായിരുന്നല്ലോ, എന്തി? അത് ഇവിടെ ഇരിപ്പുണ്ട്. അത് അറിയാവുന്ന ആരൊക്കെ ഉണ്ടെന്ന് വായിപ്പിക്കും. എനിക്കറിയാവുന്ന ഒരു ഉറുദു മാഷുണ്ട്. ആളെങ്ങനെ വിശ്വാസമില്ലാത്ത പോലെ പാർട്ടിയാണെങ്കിൽ ആകെ കുഴപ്പമാവും. എന്റെ കൊച്ചാപ്പ നല്ലപോലെ ഉറുദു വായിക്കും. എങ്കിൽ അങ്ങേരെ കൊണ്ട് വായിപ്പിക്കാം. പക്ഷെ കൊച്ചാപ്പ കഴിഞ്ഞ മാസം മരിച്ചുപോയി. എന്റെ അമ്മേ, അവന്റെ അണ്ണാക്കിലോട്ട് കയറ്റി. ഇനി ഒന്നും നോക്കാനില്ല. നമുക്ക് ഇപ്പൊ തന്നെ ആ മാഷിനെ പോയി കണ്ട് എഴുത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം.